മൻ കാനത്തിൽ ആഖിറത്തു ഹമ്മുഹു ജഅലല്ലാഹുൽ ഗിനാ ഫീ ഖൽബിഹി വജമഅ ലഹു ശംലഹു വഅതതി ദുനിയ വഹിയ റാഗിമ. എന്താ? മൻ കാനത്തിൽ ആഖിറത്തു ഹമ്മുഹു, ഒരാളുടെ ഹമ്മ് ആഖിറമാണ് എങ്കിൽ, ഹമ്മ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ വിചാരം പരലോകം. പരലോകം വിചാരണ ഉണ്ടെങ്കിൽ കർമ്മ ആർക്ക് വേണ്ടി ചെയ്യണം? അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ചെയ്യണം. ഒരാളുടെ ലക്ഷ്യം അത് പരലോകമാണ് എങ്കിൽ ഐശ്വര്യം അള്ളാഹു അയാളുടെ കൽബിൽ നടുന്നതാണ്. മനസ്സിൽ ഐശ്വര്യം നടും എന്നാണ് അതിൻ്റെ ഫലം. മനസ്സിൽ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അൽ ഗിന ഗിനൻ നഫ്സ് ലൈസ ഗിനൽ അർദ്. ദുനിയാവ് വിശാലമാവുക എന്നുള്ളത്, ഇവിടെ കുറേ അളക്കാനും തൂക്കാനും എണ്ണാനും ഉണ്ടാകുക എന്നുള്ളതല്ല ഗിന. പിന്നെയോ കൽബിലാണ് ഗിന. മനസ്സിൻ്റെ ഐശ്വര്യമാണ് ഐശ്വര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അൽ ഗിന ഗിനൻ നഫ്സ്, തിരുമൊഴിയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആഖിറത്തിനെ ലക്ഷ്യമാക്കിയിട്ട് ഒരാൾ അമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ഐശ്വര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല കൽബിൽ നടും. അയാളുടെ കൽബ് ഐശ്വര്യവത്തായിരിക്കും. പിന്നെ വജമഅ ലഹു ശംലഹു, എന്താ ജമഅ ലഹു ശംലഹു? അയാളുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ സംബന്ധിച്ചിടത്തോളം ശിഥിലമാണെങ്കിലും എന്ത് ചെയ്യണമെന്ന് അറിയാതെ അന്താളിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് തരപ്പെടുത്തും, സൗകര്യപ്പെടുത്തും അയാളുടെ കാര്യങ്ങൾ യഥാവിധം ചെയ്യാൻ. പിന്നെ വഅതത് ദുനിയ വഹിയ റാഗിമ, അയാളുടെ നേരെ ദുനിയാവ് വരും. എങ്ങനെ വരും? വഹിയ റാഗിമത്തുൻ, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് നിസ്സാരാണ്, വേണ്ട, പക്ഷേ എന്നാലും അയാളിലേക്ക് ദുനിയാവ് വരുന്ന അവസ്ഥ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. എപ്പോൾ? ഹമ്മ് ആഖിറാണ് എങ്കിൽ. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു പറഞ്ഞു, വമൻ കാനത്തി ദുനിയ ഹമ്മുഹു, ഇനി ഒരാളുടെ ലക്ഷ്യം ഉദ്ദേശം ദുനിയാവാണ് എങ്കിൽ എന്താ? ജഅലല്ലാഹുൽ ഫഖ്റ ബൈന ഐനൈഹി, അള്ളാഹു അയാളുടെ കൺമുമ്പിൽ, അയാളുടെ മുമ്പിൽ ഫഖറിനെ നിശ്ചയിക്കും. ഇല്ലായ്മയെ, വല്ലായ്മയെ, ദാരിദ്ര്യത്തെ അള്ളാഹു അയാളുടെ കൺമുമ്പിൽ നിശ്ചയിക്കും. അയാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ദാരിദ്ര്യം മുന്നു കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുന്ന അർത്ഥം. വശത്തത ലഹു ശംലഹു എന്നാണ്. അയാളുടെ കാര്യങ്ങളൊക്കെ ശിഥിലായിരിക്കും. ഏതൊന്ന് ചെയ്യണം, എന്തിലേക്ക് പോകണം, എന്തിലേക്ക് ഇറങ്ങണം, പ്രശ്നങ്ങൾ, ഇതിലൊന്നും ഒരു ഉദവിയോ തുറവിയോ ഇല്ലാതെ ആകെ അങ്കലാപ്പിൽ ഈ ദുനിയാവിൽ അയാൾ പ്രയാസപ്പെട്ട് കഴിയുന്ന അവസ്ഥ വരും. ദുനിയാവാണ് ലക്ഷ്യമെങ്കിൽ. പിന്നെ ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം വലം യഅതിഹി മിന ദുനിയ ഇല്ലാ മാ ഖുദ്ദിറ ലഹു, ദുനിയാവ് എന്താണ് അയാൾക്ക് അള്ളാഹു വിധിച്ചത് അതേ അയാൾക്ക് വരുള്ളൂ. അയാളിങ്ങനെ മനസ്സിൽ ദുനിയാവിനെ നട്ട് നടന്നതിൻ്റെ പേരിൽ ദുനിയാവ് അയാളിലേക്ക് ഇങ്ങനെ കുമിഞ്ഞു വരുമൊന്നുമില്ല. പിന്നെയോ അയാൾക്ക് എന്താണ് അള്ളാഹു അവിടെ വിധിച്ചത് അതേ അയാൾക്ക് എത്തുള്ളൂ. ഇതാണ് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്.